നമ്മുടെ വീട് ഡീറ്റെയിൽ ആയിട്ടൊരു ഹോം ടൂർ ചെയ്യാവോ എന്ന് കമൻസ് വന്നുകൊണ്ട് നമ്മളിതേ ഇന്ന് ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ എൻട്രൻസിൽ നിൽക്കുവാണ്. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ അത് ഇതാണ് നമ്മുടെ പാർക്കിങ്. നമ്മുടെ വീട്ടിലോട്ട് ഇനി പോവുകയാണ്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ തെർമൽ ഫാമിലിയുടെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബിൽഡിങ്ങിൽ മൊത്തത്തിൽ 6 വീടാണ് ഉള്ളത്. അതിലേറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലെയാണ് നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. എല്ലാവരും വായോ. ഈ ലെഫ്റ്റ് സൈഡിലായാൽ നമ്മുടെ കേട്ടോ വളരെ റെയറായിട്ടാണ് അതിനകത്ത് വിരിക്കുന്നത്. ഞാൻ എപ്പോഴും ബാൽക്കണി വിരിക്കുന്നതായിട്ടാണല്ലോ കാണിച്ചേക്കുന്നത്. ഇവിടെ അധികം വെയിൽ അങ്ങോട്ട് വരത്തില്ല നമ്മുടെ സൈഡിലോട്ട്. അതുകൊണ്ട് നമ്മുടെ ബാൽക്കണിയിൽ നല്ല വെയിൽ വരുന്നതുകൊണ്ട് അങ്ങോട്ട് വിരിക്കുക. ഇനി ഇതേ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വീട്ടിലോട്ട് കയറേണ്ടത് സ്റ്റെപ്പിൻ്റെ. പക്ഷേ നമ്മൾ നേരെ പോയി ബാക്ക് സൈഡ് എന്തായാലും കാണിക്കുമ്പോൾ മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് ബാക്കും കൂടെ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് കയറാം. ഇതൊക്കെ ഞാൻ എന്നും നമ്മുടെ വ്ളോഗുകളിൽ കാണിക്കുന്നതാണ്. എങ്കിലും ഹോം ടൂർ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ ഉൾപ്പെടുത്താതെ പറ്റത്തില്ലല്ലോ. അപ്പം അതേ സൂര്യൻ എപ്പോഴത്തെയും പോലെ നല്ല തിളങ്ങി നിൽപ്പുണ്ട്. ആ ഒരു ഐശ്വര്യത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന മാവും കാര്യങ്ങളും ഇതൊക്കെ സ്ഥിരം കാണുന്നവർക്ക് ഒത്തിരി പരിചയമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പം നമുക്കിനി എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ വിൻ്റർ സീസൺ എന്തായാലും മൊത്തത്തിൽ കഴിഞ്ഞു. ഈ ആഴ്ച ഇനി ഹോളിയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ ക്ലൈമറ്റേ മാറും. ചൂടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിനകത്തേക്ക് കയറാം. എല്ലാവരും വായോ. പുറത്തേക്ക് ഇറങ്ങാനും അകത്തോട്ട് കയറാനൊക്കെ ഒരൊറ്റ വാതിലേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബാൽക്കണി ചാടി കിടക്കണം. അതും നെറ്റിട്ട് മറിച്ചേക്കുന്നുണ്ട്. അത് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അതോ അങ്ങ് അടച്ചേക്കാം. നമുക്ക് സമാധാനമായിട്ടൊരു ഹോം ടൂർ അങ്ങ് ചെയ്യാം. അപ്പം നമ്മുടെ എൻട്രൻസിൽ നിന്ന് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മുടെ മെയിൻ ഹോൾ എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഏതാന്ന് വെച്ചാൽ ഈ ഹോള് തന്നെയാണ് കേട്ടോ. ഡ്രോയിങ് റൂമെന്നോ ഹോളെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അപ്പോൾ ഞാൻ മെയിൻലി ഞാനൊരു ചായ ലവറാണെന്ന് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ ചായയും ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ഇരുന്നാണ് ഞാൻ കഴിക്കുന്നത്. കാരണം TV കാണാനും അല്ലാതെ ഞാൻ കൂടുതൽ എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം ഞാൻ ഇവിടെ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്തോ ഈ ഒരു സ്ഥലമാണ് എൻ്റെ ഫേവറേറ്റ്. പകല് ചിലപ്പോൾ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്ഥലം തന്നെ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട് പിന്നെ ഈ ഹോളിൽ നിന്നാണ് ബാക്കി എല്ലാം ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത്. മെയിൻ എൻട്രൻസിൽ നിന്ന് റൈറ്റ് സൈഡാണ് നമ്മുടെ ഹോള്. ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു റൂമുണ്ട്. അവിടെ നമ്മൾ പൂജാമുറിയായിട്ട് വെക്കുന്നത്. പിന്നെ അവിടെ തന്നെ എൻട്രൻസ് സൈഡിലോട്ട് ഒരു ബാത്റൂമും ചെരുപ്പ് വെക്കുന്ന ഏരിയ ഉണ്ട്. പിന്നെ അവിടുന്ന് നേരെയാണ് കിച്ചണും പിന്നെ ഒരു മിററുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് 2 റൂമുകളും കൂടെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ 3 ബെഡ്റൂമായി ഇവിടെ ഉള്ളത്. ഇതാണിപ്പോൾ നമ്മൾ മെയിൻ ബെഡ്റൂമാക്കി എടുത്തേക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയൊരു ബാത്റൂം ഉണ്ട്. 2 ബെഡ്റൂമിൻ്റെ അകത്തായിട്ടാണ്. പിന്നെ നമ്മുടെ പൂജാ റൂമിൻ്റെ അങ്ങോട്ട് എൻട്രൻസിൻ്റെ സൈഡിലോട്ടാണ്, അകത്തോട്ടല്ല, കുറച്ച് പുറത്തോട്ടാണ് ഒരു ബാത്റൂം. അങ്ങനെയാണ് മൊത്തത്തിൽ റൂമുകളുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിനകത്തും വലിയൊരു വാഷ് ബേസിൻ ഏരിയയും കാര്യങ്ങളും മിററും ഒക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഷേവ് ചെയ്യാനും ഒക്കെ എളുപ്പം ഈ ഒരു ബാത്റൂമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഈ ഒരു ബെഡ്റൂം തന്നെ നമ്മുടെ കിടക്കുന്ന റൂമായിട്ട് എടുത്തത് കേട്ടോ. പിന്നെ നല്ല സ്പേസും ഉണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. സ്റ്റോറേജ് സ്പേസുകൾ 3 റൂമിലും ഒരുവിധം നന്നായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. നമുക്ക് അത്രയും വെക്കാനൊന്നും സാധനങ്ങളൊന്നും ഇല്ല. നാട്ടിലേക്കാണെങ്കിൽ പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ടല്ലോ. ഇവിടെ നമ്മൾ അധികം വാങ്ങിച്ചു കൂട്ടത്തില്ല. കാരണം നമ്മൾ കുത്തി നിറച്ചിട്ടും കാര്യമില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഗസ്റ്റും കാര്യങ്ങളും ഒന്നും വരാത്തതുകൊണ്ട് അങ്ങനെയുള്ളൊരു സെറ്റപ്പേ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ ഇവിടുന്ന് നമ്മുടെ ജനലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജമന്തി പൂക്കൾ നിറച്ച് നിൽക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് പൂക്കളുടെ കാലം ഞാൻ എൻ്റെ ബ്ലോഗുകളിലെല്ലാം ഇപ്പോൾ കാണിക്കാറുണ്ടല്ലോ നമ്മുടെ പൂക്കൾ. അപ്പോൾ അതെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അതെ മഞ്ഞ പൂക്കൾ പല കളറുണ്ട്. നമ്മൾ ഈ സൈഡിൽ ഇരിക്കുന്നത് മഞ്ഞ ജമന്തി, അതിനപ്പുറത്തെ സൈഡിലും വേറെ എന്തോ കളേഴ്സിലെ പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് പുറത്തോട്ട് നോക്കാൻ ഒരു പ്രത്യേക ഭംഗിയും കൂടെയാണ് ഈ പൂക്കളെ കാരണം. പിന്നെ ഒരു കുഞ്ഞ് ടവലും സ്റ്റാൻഡും ഒക്കെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് അതോടെ ഒരു സ്റ്റാൻഡ്. പിന്നെ അവിടുന്ന് തൊട്ടിറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത ബെഡ്റൂം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മിറർ ഉണ്ട്. നമ്മുടെ ഡൈനിങ് ഹാൾ ഏരിയ പോലെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടില്ല. ഹോളിൻ്റെ സൈഡിൽ തന്നെ അവിടെ ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ ഹോളിൽ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത്, TV ഒക്കെ കണ്ടുകൊണ്ട്. പിന്നെ അതേ അടുത്ത റൂമിലോട്ട് കയറുമ്പോൾ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെയാണ് ബാത്റൂം കേട്ടോ. മറ്റേതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ സ്പേഷ്യസാണ്. മറ്റേത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ കുറച്ച് സെപ്പറേറ്റ് ആയതുകൊണ്ട് അത് കുറച്ച് അകത്തോട്ടാണ്. ഇത് നല്ല നീളത്തിൽ കിടക്കുക, കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമായത്. പിന്നെ ഇത് നമ്മുടെ അടുത്ത ബെഡ്റൂം. അമ്മ വന്നപ്പോഴൊക്കെ ഇവിടെയാണ് കിടന്നത്. പിന്നെ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുമ്പം കിടക്കാം. ഇവിടെ അങ്ങനെ ഗസ്റ്റും കാര്യങ്ങളൊന്നും വളരെ റെയറാണ് വരുന്നത്. എങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ
സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ് ഞാൻ അകത്ത് വെച്ചതെന്ന് വെച്ചാൽ തുണി പെട്ടെന്ന് മഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയിലൊക്കെ എങ്ങോട്ട് ഇടാലോ എന്ന് വെച്ചിട്ടാ. ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ പൂക്കളെ കാണാം. അങ്ങോട്ട് പൂക്കളാണ്. അപ്പോൾ പുറത്ത് പണിയും കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ആളും ബഹളവും അനക്കമൊക്കെ തന്നെയാണ്. ഹോർട്ടിക്കൾച്ചറിൻ്റെ ആളുകളും എല്ലാം എപ്പോഴും ബിസിയാണ്. പിന്നെ നമ്മുടെ ബാൽക്കണി, ഇത് നമ്മുടെ തുണി വിരിക്കുന്ന ബാൽക്കണി. ഇതും നമ്മുടെ വ്ളോഗുകളിലെ ഒരു ഭാഗമാണ്. അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് നെറ്റിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് അങ്ങോട്ട് കാണത്ത്. കാരണം നമുക്ക് ഈ ഇൻസെക്ട്സിൻ്റെ ഒത്തിരി ശല്യങ്ങൾ വരുന്നുണ്ട്. നല്ലതായിട്ട് നെറ്റൊക്കെ കാരണം ഈ പാമ്പൊക്കെ ഇതുവഴിയൊക്കെയും കയറുവേ. അപ്പോൾ ആ രീതിയിൽ അവർ നന്നായിട്ട് നമ്മുടെ കമ്പനി അടച്ച് ഉറപ്പോടുകൂടി തന്നിട്ടുണ്ട്. പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ അയ കെട്ടി തുണി വിരിക്കുന്നത്. കാരണം ഇവിടെ ഒരുവിധം നല്ല വെയിൽ കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ സമയവും ഒരുവിധം വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ തുണി വിരിക്കത്തുള്ളൂ. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളകത്ത് ആ സ്റ്റാൻഡിലോട്ട് ഇടും. പിന്നെ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ സ്റ്റോറേജ് സ്പേസ് കണ്ടോ, ഇത്രയും സ്റ്റോറേജിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഈ റൂമിലാണ് നമ്മുടെ തണുപ്പിൻ്റെ ഡ്രസ്സുകളൊക്കെ മെയിൻലി ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ റൂം തണുപ്പിൻ്റെയും പിന്നെ നമ്മുടെ മെയിൻ ബെഡ്റൂമിൽ അല്ലാതെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതും. പിന്നെ മൂന്നാമതൊരു റൂം അവിടെയാണ് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ നമുക്ക് ടെൻഷനേ വേണ്ട. അപ്പോൾ അതേ നമ്മളിനി ഈ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഇറങ്ങുന്നത് വീണ്ടും നമ്മുടെ ഹോളിലോട്ടാണ്. എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന നമ്മുടെ സ്ഥലം. ഞാൻ വെറുതെ ടി വി എങ്കിലും ഇട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടോ. കാരണം ആ ഒരു ശബ്ദം കേൾക്കുന്നത് നമുക്കൊരു ആശ്വാസം കിട്ടത്തില്ലേ. രാത്രി ഓഫീസിലും അങ്ങ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ടി വി ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് കിച്ചണിൽ നിൽക്കുമ്പോഴപ്പോൾ ടി വി നമ്മുടെ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കട്ടോ. ഇപ്പം ഞാൻ ഹോം ടൂർ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ടി വി ഓഫ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അതേ വീണ്ടും നമ്മുടെ ഹോളിൽ നിന്ന് എൻട്രൻസിൽ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ റൂമിലോട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ എൻട്രൻസിന് ലെഫ്റ്റ് സൈഡിലാണ് ആ റൂം ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്തോട്ടല്ല, ആദ്യം കയറുമ്പോൾ ഈ സൈഡിലോട്ടാണ് ബാത്റൂം. ഈ ബാത്റൂം ഞങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല, വെറുതെ ഇട്ടേക്കുവാണ്. ഉപയോഗിച്ചിട്ടേ ഇല്ല, ഉപയോഗിക്കാറില്ല. പിന്നെ അടച്ച് തന്നെ ഇട്ടേക്കുവാ. അതിൻ്റെ ഫ്രണ്ടിലോട്ടാണ് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളും സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ എടുക്കാനും എളുപ്പമുണ്ട്. പോകാൻ നേരം പെട്ടെന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ. ആ രീതിയിൽ ചെരുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ റൂമിലോട്ട് കയറുമ്പോൾ ഇത് മെയിൻ നമ്മുടെ പൂജാ റൂമായിട്ടാണ്. പൂജാമുറി, വിളക്ക് എത്തിക്കുന്ന മുറിയാണ്. പിന്നെ അല്ലാതെ ഒരു കട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഈ കട്ടിലാണ് ഞങ്ങൾ ആദ്യം വാങ്ങിയ കട്ടിൽ കേട്ടോ. അങ്കും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ വലുത് വേണമെന്ന് പറഞ്ഞിട്ടാണ് മറ്റേത് വാങ്ങിയത്. ഇവിടെയും ഇതേ സ്റ്റോറേജ് കണ്ടോ. മറ്റ് 2 റൂമിനെക്കാട്ടി ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉള്ളത്. ആ മേൾഭാഗമൊക്കെ വെറുതെ കിടക്കുക, ഒന്നും വെച്ചിട്ടില്ല. താഴോട്ട് പിന്നെ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ബുക്സ്, രാക്കിയൊക്കെ ഒത്തിരി ബുക്ക് കളക്ഷൻ ഉണ്ട്. ഒരു ലൈബ്രറി പോലെ ഞാൻ ബുക്സാണ് ആ നടുക്കലത്തെ അതിൽ മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ആ മൂല കാണുന്നത് വേറൊന്നുമല്ല, പെട്ടെന്ന് എടുക്കുന്ന നമ്മുടെ അങ്കുവിൻ്റെ ബാഡ്മിൻ്റൻ്റെ കാര്യങ്ങൾ, എൻ്റെ ലൈറ്റ്സ്, നമ്മുടെ യൂട്യൂബിന് ആവശ്യമുള്ള ലൈറ്റ്സും കാര്യങ്ങളും, പിന്നെ എന്താ നമ്മുടെ ഹീറ്ററിൻ്റെ കാർഡ്ബോർഡിൻ്റെ ബോക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളും. പിന്നെ വാക്യൂം ക്ലീനർ, അഥവാ മെയ്ഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അടിച്ചു വരാനും. രാക്കേഷ് ശരിക്കും കോവിഡിൻ്റെ സമയത്ത് വാങ്ങിച്ചേട്ടാ, അത് പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു വാക്യൂം അങ്ങനെയൊക്കെ അവിടെ തന്നെ വെച്ചേക്കുക. പിന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ കിച്ചണെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ വ്ലോഗ് മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഐശ്വര്യമുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വീടിൻ്റെ ഏറ്റവും ഐശ്വര്യമുള്ള സ്ഥലം കിച്ചൺ തന്നെയാണ്. നമുക്ക് ഭക്ഷണം വയലോട്ട് പോകണമെങ്കിൽ ഇവിടെ വന്ന് ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാണിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ വ്ളോഗുകളിൽ നിങ്ങൾക്കൊക്കെ മനപ്പാടമായിട്ട് കാണുന്നതാണ്. പിന്നെ നമ്മുടെ ബാൽക്കണി പിന്നെ ഞാൻ ഇറങ്ങി അധികം കാണിച്ചിട്ടില്ല. ഈ സൈഡിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഏരിയ ആണ്. വാഷിംഗ് മെഷീനൊക്കെ കാണിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ എനിക്കൊന്നും ഇങ്ങനെ ബാൽക്കണി ഞാൻ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതേ വാഷിംഗ് മെഷീൻ്റെ ഏരിയ ആണ്. പിന്നെ നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കുന്നത് എപ്പോഴും കാണിച്ചിട്ടുണ്ട്, കാരണം അങ്കുൻ്റെ ബസ് വരുന്ന അവിടെയാണല്ലോ സ്കൂളിൻ്റെ. അപ്പോൾ നമ്മൾ അതിലേക്കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ പോകുന്നതും അതിലേക്കൂടെ തന്നെ അവരെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചണിനകത്ത് നിന്നാൽ തന്നെ അറിയാം കേട്ടോ. പുറത്ത് ആ കർട്ടൻ ഞാൻ കുറച്ചിങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് ആ ഗ്യാസിൻ്റെ അവിടെ നിന്നാൽ നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പം നമുക്ക് വ്യൂ കിട്ടും, അവൻ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു ഏരിയയിലാണ്. പിന്നെ നമ്മുടെ മാവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ. പിന്നെ അതേ വീണ്ടും നമ്മുടെ കിച്ചണിലേക്ക് തന്നെ കയറി അവിടുന്ന് നേരെ നമ്മുടെ ഹോളിലോട്ടാണ് ഇറങ്ങുന്നത്. ഹോം ടൂർ ചെയ്യൂ എന്നുള്ളൊരു കമൻറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഹോം ടൂർ മാത്രമായിട്ടൊരു വീഡിയോ ഇടാന്ന്. കാരണം നമ്മൾ പാചകവും നമ്മുടെ വിശേഷങ്ങളും എല്ലാം കൂടെ കൂടിക്കലർന്നൊരു വീഡിയോ അല്ലേ. അതിനകത്ത് ഞാൻ ഹോം ടൂർ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഹോം ടൂർ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗിലൂടെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമ്മുടെ കമൻസിലും കാര്യങ്ങളിലും ഒക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളോടൊക്കെ ഒത്തിരി എനിക്ക് സ്നേഹവും നന്ദിയും ഒക്കെ ഉണ്ട്.
നമ്മുടെ നാട് വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടും കാര്യമില്ല. നമ്മൾക്ക് അധികം ഗസ്റ്റ് പോലും അങ്ങനെ വരാനില്ലാത്തൊരു സ്ഥലമാണിത്. ഇതാണ് നമ്മുടെ കുഞ്ഞു വീടിൻ്റെ വിശേഷം. അപ്പം അതേപോലെ നമ്മുടെ പൂക്കളെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.